കേരളത്തിന്റെ ഖജനാവ് കാലിയാണെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഓരോ പ്രാവശ്യവും ഖജനാവ് കാലിയാകുമ്പോൾ കോടികൾ കടമെടുക്കുകയാണ്. ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലും, നിത്യവൃത്തിക്ക് പോലും കാശില്ലാത്ത അവസ്ഥ. എന്നാൽ പിണറായി വിജയന്റെ 4ാം വാർഷികം കൊണ്ടാടാൻ കോടികൾ ഉണ്ട് താനും. സംസ്ഥാനം വീണ്ടും കടമെടുക്കുന്നു. 2000 കോടിയാണ് കടമെടുക്കുന്നത്. കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനായുള്ള ലേലം ഏപ്രിൽ 29-ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടപ്പാക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. ശമ്പളവും പെൻഷനും കൊടുക്കാൻ പണം ഇല്ലാതായതോടെയാണ് തിടുക്കപ്പെട്ട് കടമെടുക്കുന്നത്. 45,000 കോടിയാണ് ഈ വർഷം സർക്കാരിന് കടമെടുക്കാൻ സാധിക്കുക. കിഫ്ബിയുടെയും മറ്റ് വായ്പയുടെയും പേരിൽ കേന്ദ്രം കടമെടുപ്പ് തുക വെട്ടിക്കുറയ്ക്കുമോ എന്ന ആശങ്കയും സംസ്ഥാനത്തിലുണ്ട്. 29,000 കോടിയുടെ വായ്പ കിഫ്ബി എടുത്തിട്ടുണ്ട്. 2024-25 സാമ്പത്തിക വർഷം 37,512 കോടിയായിരുന്നു കടമെടുപ്പ് പരിധിയെങ്കിലും 48,864 കോടി രൂപ കേരളം കടമെടുക്കുകയും ചെയ്തു. കേന്ദ്രം പല ഘട്ടങ്ങളിലാണ് കടമെടുപ്പ് തുക ഉയർത്തി നൽകുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ കഴിഞ്ഞ ബജറ്റിൽ 2024-25 പ്രഖ്യാപിച്ച പദ്ധതികൾ 50% കേരളം വെട്ടിച്ചുരുക്കിയിരുന്നു. അതോടൊപ്പം എല്ലാ വകുപ്പുകളും തങ്ങളുടെ സ്വന്തം നിലയ്ക്ക് ഫീസ് കുത്തനെ ഉയർത്താനും ധനവകുപ്പ് അനുമതി നൽകിയിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷ അവസാനം ട്രഷറി ക്യൂവിലേക്ക് മാറിയ ബില്ലുകൾ ഇത്തവണ ബജറ്റ് വകയിരുത്തലിൽ നിന്ന് കടമെടുക്കാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. ഇത് കഴിഞ്ഞുള്ള തുകയ്ക്ക് മാത്രമേ ഇത്തവണ ബജറ്റ് വകയിരുത്തലിൽ നിന്ന് ഭരണാനുമതി നൽകാവൂ എന്ന കർശന നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ പദ്ധതി 50% വെട്ടിക്കുറയ്ക്കുന്ന രീതിയിലാണ് ധനവകുപ്പിന്റെ സഞ്ചാരം എന്ന് വ്യക്തം. കടബാധ്യത 6 ലക്ഷം കോടിയിലേക്ക് കുതിക്കുമ്പോഴും എല്ലാ മേഖലയിലും കുടിശ്ശിക ഉയരുകയും ചെയ്യുന്നു. 10 ലക്ഷം കോടിയുടെ ആനുകൂല്യങ്ങൾ വിവിധ മേഖലകളിലായി സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ ധൂർത്താണ് കടം കുത്തനെ ഉയർന്നതിന്റെ പ്രധാന കാരണം. 4ാം വാർഷികത്തിന് 500 കോടി രൂപയാണ് സർക്കാർ ചെലവഴിക്കുന്നത്. കടം വാങ്ങുക, ധൂർത്തടിക്കുക എന്ന ശൈലിയിലാണ് കേരള ഭരണം മുമ്പോട്ട് പോകുന്നത്.